കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പോരാട്ടത്തിന് വീറും വാശിയും ഏറുന്നു. പല മണ്ഡലങ്ങളിലും തെളിയുന്നത് പ്രവചനാതീതമായ മത്സരം. ഹോട്ടലുകൾക്കുള്ള വാണിജ്യ സിലിണ്ടർ വിതരണം ഭാഗികമായി പുനരാരംഭിക്കാൻ തീരുമാനം. തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്ന കടയടപ്പ് സമരം മാറ്റിവെച്ചതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരുണയുടെയും സന്ദേശവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളിലും ഈദ്ഗാഹുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. പ്രീമിയം പെട്രോളിന് വില കൂട്ടി. ലിറ്ററിന് വർദ്ധിപ്പിച്ചത് ₹2.23. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നാണ് വില കൂട്ടിയത്. കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമം പാതിവഴിയിൽ. ചോർച്ചയടച്ച് പാചകവാതക വിതരണം പുനരാരംഭിക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പോരാട്ടത്തിന് വീറും വാശിയും ഏറുകയാണ്. പ്രവചനാതീതമായ മത്സരക്കളമാണ് 13 മണ്ഡലങ്ങളിലും തെളിയുന്നത്. UDF NDA സ്ഥാനാർത്ഥി പട്ടിക അല്പം വൈകിയെങ്കിലും പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ പ്രവർത്തകർ പ്രചരണക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. ഇതിനിടയിൽ LDF സ്ഥാനാർത്ഥികൾ മുന്നിൽ കയറി. ഒപ്പം പിടിക്കാൻ UDFും NDAയും ടോപ്പ് ഗിയറിലേക്ക് മാറിയിട്ടുണ്ട്. ചിഹ്നങ്ങൾ നേരത്തെ തന്നെ നാട്ടിലെങ്ങും നിറഞ്ഞു കഴിഞ്ഞിരുന്നു. സ്ഥാനാർത്ഥികളുടെ ബഹുവർണ്ണ പോസ്റ്ററുകളും ബോർഡുകളും ഒറ്റ രാത്രി കൊണ്ട് തട്ടിൽ കയറ്റി LDFിനൊപ്പം ഓടിയെത്തിയെന്ന് UDF NDA നേതൃത്വം പറയുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് പ്രധാനമെന്നറിയാവുന്ന സ്ഥാനാർത്ഥികൾ ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള ഓട്ടത്തിലാണ്. ഇനി മുന്നിൽ അധിക ദിനങ്ങളില്ലാത്തതിനാൽ സമയത്തിനാണ് അങ്കത്തട്ടിൽ തീ പിടിക്കുന്നത്. സംസ്ഥാന ദേശീയ നേതാക്കളുടെ പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലാണ് രാഷ്ട്രീയ നേതൃത്വം. അടുത്തയാഴ്ച നേതാക്കൾ ജില്ലയിലേക്ക് എത്തിത്തുടങ്ങും. മണ്ഡലങ്ങളിൽ സംസ്ഥാന ദേശീയ രാഷ്ട്രീയവും വികസനവും വിവാദവുമെല്ലാം സജീവ ചർച്ചയാണ്. പ്രാദേശിക വിഷയങ്ങളിൽ മുന്നണികളുടെ ഇടപെടലുകളും ഉയർന്നുവരുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളിൽ കണ്ണുവെച്ചാണ് UDF വിജയസ്വപ്നങ്ങൾ നെയ്യുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം ആളിക്കത്തിക്കാനും അവർ ശ്രമിക്കുന്നു. വികസന ക്ഷേമ രാഷ്ട്രീയത്തെ ജനങ്ങൾ ഒരിക്കലും കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ഇരു മുന്നണികളിലെയും ആഭ്യന്തര കലഹം ജനങ്ങൾ വെറുത്തുവെന്നും ഒരു മൂന്നാം ബദലിന് വേണ്ടിയാകും ഇത്തവണ ചൂണ്ടുവിരലിൽ മഷിപുരളുകയെന്നും BJP നേതൃത്വം പറയുന്നു. എന്തായാലും പിടിച്ചെടുക്കാനും നിലനിർത്താനുമുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പതിവിൽ കവിഞ്ഞ വീറും വാശിയും പ്രകടമാണ്. ന്യൂസ് ഡെസ്ക് TCV. ഹോട്ടലുകൾക്കുള്ള വാണിജ്യ സിലിണ്ടർ വിതരണം 2 ദിവസത്തിനകം ഭാഗികമായി പുനരാരംഭിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചു. ഇതേ തുടർന്ന് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്ന കടയടപ്പ് സമരം മാറ്റിവെച്ചതായും അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചു. സിലിണ്ടർ ലഭിക്കാത്തതിനെ തുടർന്ന് ജില്ലയിലെ 25% ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവ വിറകുപയോഗിച്ച് ഭാഗികമായി പ്രവർത്തിച്ചു വരുന്നു. പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ തിങ്കളാഴ്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഹോട്ടലുകൾക്ക് ആവശ്യമായ സിലിണ്ടറിന്റെ 20% ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യാൻ ധാരണയായത്. ധാരണപ്രകാരം 2 ദിവസത്തിനകം സിലിണ്ടർ വിതരണം പുനരാരംഭിക്കും. പിന്നീട് ഘട്ടം ഘട്ടമായി വർധനവ് വരുത്താനാണ് തീരുമാനം. സിലിണ്ടർ വിതരണം ഏകോപിപ്പിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും സിവിൽ സപ്ലൈസ് ഓഫീസറുടെ നേതൃത്വത്തിൽ അസോസിയേഷൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതികൾ രൂപീകരിക്കും. പൈപ്പ് ലൈൻ ഗ്യാസ് വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഹോട്ടലുകൾക്ക് കണക്ഷൻ നൽകുന്ന നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനമായി. വിവിധ എണ്ണ കമ്പനി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കാളികളായി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ചത്തെ സമരം പിൻവലിച്ചതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃശൂർ ടൗൺ പ്രസിഡന്റ് VG ശേഷാദ്രി പറഞ്ഞു. അവർ പറയുന്നത് ലഭ്യത പൊതുവെ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഗ്യാസിന്റെ അളവ് നോക്കിയിട്ട് അതിന് 20% നമുക്ക് സപ്ലൈ ചെയ്യാമെന്നാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരുണ്ട്, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുണ്ട്, ഹോട്ടലും അതുപോലെ അസോസിയേഷന്റെ ആൾക്കാരുണ്ട്, പിന്നെ ഗ്യാസ് ഏജൻസിയുടെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഒരേ ഏജൻസിയിൽ നിന്നല്ല എടുക്കുന്നത്, ചിലർ പ്രൈവറ്റിൽ നിന്ന് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ആരുടെ അടുത്താണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ആർക്കാണ് ഏത് ഗ്യാസിന്റെ കയ്യിലാണ് അവൈലബിലിറ്റി ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ
ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ധാരണയുടെ പുറത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ക്രൈസിസിൽ നമ്മൾ ഗവൺമെന്റ് പറയുമ്പോൾ നമ്മൾ കേൾക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമരത്തിലേക്ക് പോകാൻ ഫോഴ്സ്ഡ് ആയതാണ്. പക്ഷെ അവർ പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ താൽക്കാലികമായിട്ട് സമരം മാറ്റി വെച്ചിരിക്കും. 25% ഹോട്ടൽ പൂർണ്ണമായി അടച്ചു. ബാക്കിയുള്ളവരൊക്കെ മെനു കട്ട് ഷോട്ട് ചെയ്തിട്ടും സമയം കുറച്ചിട്ടൊക്കെ ആയിട്ട് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാചകവാതക ക്ഷാമത്തിൽ ഹോട്ടൽ ഉടമകൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാലങ്ങളായുള്ള സ്ഥിരം ജീവനക്കാരെ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. DCV തൃശൂർ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരുണയുടെയും സന്ദേശവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഇത്തവണ 29 ദിവസം നോമ്പ് പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ വിശ്വാസികൾ പങ്കെടുത്തു. പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്കാണ് പള്ളികളിലും ഈദ്ഗാഹുകളിലും അനുഭവപ്പെട്ടത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പരസ്പരം ഹസ്തദാനം നടത്തിയും ആശ്ലേഷിച്ചും മധുരം പങ്കുവച്ചുമാണ് വിശ്വാസികൾ മടങ്ങിയത്. തൃശൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം ഇബ്രാഹിം ഫലാഹി നേതൃത്വം നൽകി. തൃശൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി. മുല്ലക്കര മുസ്ലിം മഹല്ല് ജമാഅത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ചീഫ് ഇമാം ഉസ്താദ് അബ്ദുൽ കബീർ നിസാമി നേതൃത്വം നൽകി. പ്രീമിയം പെട്രോളിന് വില കൂട്ടി. ലിറ്ററിന് 2 രൂപ 23 പൈസയാണ് കൂട്ടിയത്. സാധാരണ പെട്രോൾ, ഡീസൽ വിലയിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന മാറ്റവും ചരക്ക് ഗതാഗത ചെലവിലുണ്ടാകുന്ന വർധനവുമാണ് വില വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയത്. കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള ശ്രമം പാതിവഴിയിൽ. പൈപ്പ് ലൈനിൽ ഉണ്ടായിരുന്ന പാചകവാതകം 12 കിലോമീറ്റർ അപ്പുറത്തേക്ക് തള്ളി നീക്കി നെല്ലായി വയലൂരിലെ വാൽവ് തുറന്ന് വെള്ളം ഉയർന്ന മർദ്ദത്തിൽ പമ്പ് ചെയ്താണ് ഗ്യാസ് തള്ളി നീക്കിയിരുന്നത്. ഇത് വെള്ളിയാഴ്ച വെളുപ്പിന് പൂർത്തിയായി. ഉച്ചയ്ക്ക് ശേഷം മരത്താക്കര പുഴമ്പള്ളത്തെ വാൽവ് വഴി വെള്ളം പമ്പ് ചെയ്ത് ഗ്യാസ് പാലക്കാട് ഭാഗത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പാലക്കാട് വെച്ച് കണ്ടെയ്നറുകളിൽ നിറയ്ക്കുമെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. എന്നാൽ കുതിരാൻ പ്രദേശത്തെ വാൽവിൽ മോട്ടോറിന് ശക്തി കുറവായതിനാൽ പമ്പിംഗ് ഇടയ്ക്ക് നിർത്തേണ്ടി വരുന്നതായും അറിയുന്നു. ചോർച്ചയടച്ച് പാചകവാതക വിതരണം പുനരാരംഭിക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് അധികൃതർ പറയുന്നത്. ബുധനാഴ്ച രാവിലെയാണ് മണ്ണ് പരിശോധനയ്ക്കിടെ പൈപ്പ് മാറി തുളച്ചതിനെ തുടർന്ന് പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. പാലിയേക്കര ടോൾ പ്ലാസ മാനേജർക്ക് നേരെ ആക്രമണം. ആക്രമണത്തിൽ മാനേജർ ശ്യാംലാൽ പാർത്ഥസാരഥിക്ക് പരിക്കേറ്റു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ശ്യാം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രി 10:30 മണ്ണമ്പേട്ട വട്ടണാത്ര സഹകരണ ബാങ്കിന് മുൻപിലാണ് സംഭവം. സുഹൃത്തായ കല്ലൂർ സ്വദേശിയായ യുവാവാണ് തന്നെ ആക്രമിച്ചതെന്ന് ശ്യാം പറഞ്ഞു. ഇയാൾക്കെതിരെ ശ്യാം വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി. ഇയാൾ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതോടെയാണ് ശ്യാമും സുഹൃത്തും വട്ടണാത്രയിൽ എത്തിയത്.
ബാങ്കിന് മുൻപിൽ കാർ നിർത്തി കാത്തുനിൽക്കുന്നതിനിടെ മറ്റൊരു കാറിലെത്തിയ യുവാവ് ഹോക്കി സ്റ്റിക്കുമായി ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏഴാമത്തെ പ്രസവത്തെ തുടർന്ന് അണുബാധയുണ്ടായ യുവതി മരിച്ചു. ഭർത്താവിനെതിരെ പരാതിയുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തി. തൃശൂർ എടക്കഴിയൂർ സ്വദേശി 37 വയസ്സുള്ള മുഹിസിനെയാണ് മരിച്ചത്. അക്യൂപങ്ക്ചറിസ്റ്റ് ചികിത്സയിലൂടെ കഴിഞ്ഞ ജനുവരി 6-ന് വീട്ടിലായിരുന്നു യുവതിയുടെ ഏഴാമത്തെ പ്രസവം. പ്രസവത്തിന് പിന്നാലെ 3-ാം ദിവസം കുഞ്ഞ് മരിച്ചിരുന്നു. അക്യൂപങ്ക്ചറിസ്റ്റായ ഇബ്രാഹിം ആണ് ഭർത്താവ്. മുഹ്സിന എൻ്റെ പെങ്ങളാണ് മരണപ്പെട്ടത്. ശരിക്കും അത് ചികിത്സ കിട്ടാത്തൊരു പ്രയാസത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ജനുവരി തുടക്കത്തിൽ അവർ ഒരു പ്രസവം എടുത്തിരുന്നു. അതായത് അവരുടെ ഏഴാമത്തെ പ്രസവം അത് വീട്ടിൽ അക്യുപങ്ക്ചറിസ്റ്റായ ഭർത്താവാണ് എടുത്തത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, പ്രസവാനന്തരം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിൽ തുടർന്നുണ്ടായ ഇൻഫെക്ഷനെ തുടർന്നിട്ടാണ് കഴിഞ്ഞ 3 ദിവസം മുമ്പ് കുറച്ചധികം പ്രയാസമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ശരീരമാസകല ഇൻഫെക്ഷൻ ആയിരുന്നു. മാത്രമല്ല ശരീരത്തിൽ അവിടെവിടങ്ങളായി വ്യത്യസ്ത ഭാഗത്തുള്ള പൊട്ടലുകളും മുറികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നുണ്ടായ ഇൻഫെക്ഷനെ തുടർന്നിട്ടുള്ള മരണമാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് കിട്ടിയ വിവരങ്ങൾ. കേരളത്തിന്റെ അടിത്തറയായ ഐക്യത്തിനും സാഹോദര്യത്തിനും വെല്ലുവിളി നേരിടുന്ന കാലമാണ് ഇതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കോസ്റ്റ് ബോർഡ് സ്ഥാപക ഡയറക്ടറും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന TR ചന്ദ്രദത്ത് അനുസ്മരണ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള സാമൂഹിക നവോത്ഥാന നായകർ ഉയർത്തിയ ആശയങ്ങളിൽ ഊന്നിയാണ് കേരളം മുന്നോട്ടു പോകുന്നത്. സമൂഹത്തിനും ലോകത്തിനും മുന്നിൽ നാം ഉയർത്തിയ ഈ അടിത്തറയാണ് വെല്ലുവിളി നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ശക്തികൾ നിലനിൽക്കണം. അതിന് നാം ഒന്നായി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ ബോധവും ഇച്ഛാശക്തിയുമാണ് ഏത് പ്രതിസന്ധിയിലും ദത്തുമാഷിനെ മുന്നോട്ട് നയിച്ചത്. വിലപ്പെട്ട മാനവികതയുടെ വലിയ സന്ദേശമാണ് ദത്തുമാഷ് സമൂഹത്തിന് നൽകിയതെന്നും അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ ദത്തുമാഷിന്റെ സഹോദരൻ TR അജയൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ അനൂപ് പാപ്പച്ചൻ അനുസ്മരണം നടത്തി. ഇന്ത്യൻ മതേതരത്വം സങ്കല്പനത്തിന്റെ ചരിത്രം എന്ന വിഷയത്തിൽ തിരൂർ മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അനിൽ ചേലേമ്പ്ര അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. C അച്യുതമേനോൻ സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്ററും അയ്യന്തോൾ കോസ്റ്റ് ബോർഡും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. TCV തൃശൂർ. കോൺഗ്രസിനെ മക്കൾ രാഷ്ട്രീയം എന്ന് വിമർശിച്ച CPM-ന്റേത് കുടുംബ രാഷ്ട്രീയമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് പറഞ്ഞു. UDF തൃശൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത് യുദ്ധമുഖത്താണ് എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അഭിപ്രായപ്പെട്ടു. ഈ സമയം ശത്രുക്കൾക്കെതിരെ പോരാടുക എന്നത് മാത്രമാകണം ലക്ഷ്യം. മറിച്ച് മുന്നിൽ നിൽക്കുന്നവർ ചേച്ചിയോ ചേട്ടനോ എന്ന് നോക്കേണ്ടതില്ല എന്ന് എതിർ സ്ഥാനാർത്ഥിയായ പത്മജിയെ പേരെടുത്തു പറയാതെ അദ്ദേഹം വിമർശിച്ചു. ടൗൺഹാളിൽ നടന്ന കൺവെൻഷൻ മുൻ സ്പീക്കർ തേർമൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TB ചന്ദ്രമോഹൻ, സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, മുൻ DCC പ്രസിഡന്റുമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒല്ലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. അതിരൂപത ആസ്ഥാനത്തെത്തി മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ച് സ്ഥാനാർത്ഥി അനുഗ്രഹം തേടി. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും പാർട്ടിയുടെ പദ്ധതികളും കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് ബിജോയ് തോമസ് പറഞ്ഞു. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമകരവും അതേപോലെ തന്നെ വികസന പദ്ധതികളും തടസ്സം കൂടാതെ ഒല്ലൂരിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കിട്ടും. കേന്ദ്ര സർക്കാരിൻ്റെ ഒല്ലൂരിന് ആവശ്യമായിട്ടുള്ള വലിയ പ്രോജക്റ്റുകൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഈ നാട്ടിലെ ജനങ്ങൾ, ഒല്ലൂരിലെ ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു വിജയം
ഒല്ലൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതേ വിജയം അതിനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേറുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവാണ് NDA സ്ഥാനാർത്ഥി. നിലവിൽ BJP സംസ്ഥാന സമിതി അംഗം കൂടിയാണ് ഉല്ലാസ് ബാബു. തുറന്ന വാഹനത്തിൽ ഉല്ലാസ് ബാബുവുമായി NDAയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. സിറ്റിംഗ് MLA ആയ സേവ്യർ ചിറ്റിലപ്പിള്ളിയാണ് LDF സ്ഥാനാർത്ഥി. കോൺഗ്രസിലെ യുവമുഖമായ PN വൈശാഖിനെയാണ് ഇത്തവണ UDF മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്. NDAക്ക് ലഭിച്ച മുത്താണ് CC മുകുന്ദനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കഴിമ്പ്രം മനയത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്ത് ചേർന്ന NDA കുടുംബസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ളത്തരം കാണിക്കുന്ന ഭരണപക്ഷത്തെയും അതിനെ ചോദ്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത പ്രതിപക്ഷത്തെയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. നാട്ടിക ബീച്ചിൽ നടന്ന കുടുംബസംഗമത്തിലും സുരേഷ് ഗോപി സംസാരിച്ചു. നേതാക്കളായ ജസ്റ്റിൻ ജേക്കബ്, സുധീഷ് മേനോത്തുപറമ്പിൽ, റിനി കൃഷ്ണപ്രസാദ്, ഷൈൻ നെടിയിരിപ്പിൽ, രതീഷ്, രശ്മി ഷിജോ, PV സെന്തിൽകുമാർ എന്നിവർ പങ്കെടുത്തു. അദ്ദേഹം നിങ്ങളെ 5 വർഷം സേവിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മികവ് കണ്ടു ഭയന്നായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചത്. ഇന്നലെയും ഒരു കൺവെൻഷനൊക്കെ നടത്തി അദ്ദേഹത്തെ കുടുംബത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത്. കുടുംബത്തേക്ക് രാഷ്ട്രീയം കയറും എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എരുമപ്പെട്ടിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പോലീസും സായുധ സേനയും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നെല്ലുവായി സെന്ററിൽ നിന്നും ആരംഭിച്ച് എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ടെന്നും നിർദ്ദേശങ്ങളോട് രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ പോസ്റ്റർ സ്ഥാപിക്കുന്നതും ചുമരെഴുതുന്നതും ചട്ടവിരുദ്ധമാണ്. ചട്ടലംഘനം നടത്തിയാൽ അവ നീക്കം ചെയ്യുന്നതിനുള്ള ചെലവ് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. എരുമപ്പെട്ടി നെല്ലുവായിൽ സ്കൂട്ടറിൽ കാർ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. നെല്ലുവായി മുണ്ടൻകോട് തോട്ടുങ്ങൽ വീട്ടിൽ സനൂപിനാണ് പരിക്കേറ്റത്. നെല്ലുവായി ധന്വന്തരി ക്ഷേത്ര കവാടത്തിനു സമീപമാണ് അപകടമുണ്ടായത്. എരുമപ്പെട്ടിയിൽ നിന്നും വീട്ടിലേക്ക് പോകുകയായിരുന്ന സനൂപ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. കാർ അമിത വേഗത്തിൽ ആയിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇടിയെ തുടർന്ന് കാറും സ്കൂട്ടറും റോഡരികിലെ കാനയിലേക്ക് മറിഞ്ഞു. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കാറിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ സനൂപിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കുണ്ടന്നൂർ മുട്ടിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി.
കുണ്ടന്നൂർ സ്വദേശി 23 വയസ്സുള്ള സതുൽ കൃഷ്ണൻ ആണ് മരിച്ചത്. മാസങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ക്വാറിയിലെ പ്ലാന്റ് നോക്കുവാൻ എത്തിയ ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് വാർഡ് മെമ്പറെയും വടക്കാഞ്ചേരി പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിൽ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നെല്ല് ശേഖരം സംഭരിക്കാൻ തദ്ദേശ ജനപ്രതിനിധികളുടെ ഇടപെടൽ കർഷകർക്ക് പ്രതീക്ഷയാകുന്നു. തെക്കേക്കര ഹരിത പാടശേഖരത്തിലും പെരുമണ്ണൂർ പാടശേഖരത്തിലുമാണ് നെല്ല് കെട്ടിക്കിടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിഞ്ഞാലിൽ എന്നിവർ പാടശേഖരം സന്ദർശിച്ചു. അധികൃതരുമായി സംസാരിച്ചപ്പോൾ ശനിയാഴ്ച നെല്ല് സംഭരണം ആരംഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായി ജനപ്രതിനിധികൾ അറിയിച്ചു. ഹരിത പാടശേഖരത്തിൽ ഏകദേശം 500 ചാക്കും പെരുമണ്ണൂരിൽ 330 ചാക്ക് നെല്ലുമാണ് കെട്ടിക്കിടക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനെതിരെ തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് പോസ്റ്റർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തനിമ കലാവേദി തൃശൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തനിമ കലാവേദി തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് ഹൈറുന്നീസ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. മേലൂർ നായരങ്ങാടിയിൽ വീണ്ടും അജ്ഞാത ജീവിയെ കണ്ടു. വെള്ളിയാഴ്ച രാവിലെയാണ് പോട്ടയത്ത് അനിൽകുമാർ വീടിന്റെ മുൻഭാഗത്ത് റോഡിൽ ജീവി നിൽക്കുന്നത് കണ്ടത്. അനിൽകുമാറിന്റെ കാലടി ശബ്ദം കേട്ട ഉടനെ നായയുടെ വലിപ്പമുള്ള ജീവി റോഡിലൂടെ ഓടിപ്പോവുകയും ചെയ്തു. തൊട്ടടുത്ത മധുസൂദനൻ ആണ് വ്യാഴാഴ്ച രാവിലെ 5:30 ഇവിടെ ആദ്യമായി അജ്ഞാത ജീവിയെ കണ്ടത്. പുലിയാണെന്ന് സംശയിച്ച് ഇയാൾ വനപാലകരെ വിവരമറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി എത്തിയ RRT സംഘം പ്രദേശത്ത് പരിശോധന നടത്തുകയും ചെയ്തു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പോരാട്ടത്തിന് വീറും വാശിയും ഏറുന്നു. പല മണ്ഡലങ്ങളിലും തെളിയുന്നത് പ്രവചനാതീതമായ മത്സരം. ഹോട്ടലുകൾക്കുള്ള വാണിജ്യ സിലിണ്ടർ വിതരണം ഭാഗികമായി പുനരാരംഭിക്കാൻ തീരുമാനം. തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്ന കടയടപ്പ് സമരം മാറ്റിവെച്ചതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരുണയുടെയും സന്ദേശവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളിലും ഈദ്ഗാഹുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. പ്രീമിയം പെട്രോളിന് വില കൂട്ടി. ലിറ്ററിന് വർദ്ധിപ്പിച്ചത് ₹2.23. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നാണ് വില കൂട്ടിയത്. കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമം പാതിവഴിയിൽ. ചോർച്ചയടച്ച് പാചകവാതക വിതരണം പുനരാരംഭിക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് അധികൃതർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.